കേരള കലാമണ്ഡലം വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ മാംസാഹാരവും മാസത്തിൽ 2 തവണ ചിക്കൻ ബിരിയാണി നൽകും. 94 വർഷത്തെ ചരിത്രമുള്ള കലാമണ്ഡലത്തിൽ പുതിയ തീരുമാനം നടപ്പാക്കി തുടങ്ങി. വൈസ് ചാൻസലറും രജിസ്ട്രാറും അധ്യാപകരും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്ന ആവശ്യമാണ് നടപ്പിലാക്കുന്നത് എന്ന് രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ പറഞ്ഞു. ഒരു ഹോസ്റ്റലിലും എല്ലാവർക്കും എല്ലാ തരത്തിലും ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടില്ല. പക്ഷെ മിനിമം ഇപ്പോൾ പല സ്ഥലത്തുനിന്നും നോൺ വെജ് മാത്രം കഴിച്ചു വന്ന കുട്ടികളുണ്ട്. അവരൊക്കെ നിരന്തരമായി പറയുന്നുണ്ട്. കൗൺസിലിംഗിൽ പോലും അവർ കലാമണ്ഡലത്തിൽ നിൽക്കുന്നതിനൊരു ബുദ്ധിമുട്ടായിട്ട് പറയുന്നത് ഈ ഭക്ഷണത്തിന്റെ രീതി തന്നെയാണ്. അത്തരത്തിലുള്ള എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് എന്തായാലും കൂടുതൽ ഈ വിഷയത്തിലുള്ള ചർച്ചയും അതുപോലെ തന്നെ അത് സംബന്ധിച്ച ആശയവിനിമയം എല്ലാം തന്നെ ഭരണസമിതിയിലൊക്കെ ആയിട്ട് ചെയ്യാവുന്നതാണ് ആലോചിക്കുന്നത്. സ്വാഭാവികമായിട്ടൊരു സർക്കാർ സംവിധാനമായതുകൊണ്ട് തന്നെ സുരക്ഷാ കാര്യങ്ങളെല്ലാം മുൻനിർത്തി അത് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് അവിടെ ഇത്തരത്തിൽ ഭക്ഷണം എത്തിച്ചത്. 50 പേർ ഒരു ഭക്ഷണം ചൂസ് ചെയ്യുമ്പോൾ അതിനെതിരെ നമുക്ക് കണ്ണടച്ച് നിൽക്കാൻ പറ്റില്ല എന്ന ഒറ്റ കാരണമാണ് ഇപ്പോൾ ഉള്ളത്. മറ്റ് ശാസ്ത്രീയ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് പരിഗണിക്കാം അല്ലെങ്കിൽ ആലോചിക്കാം. ലിഷോയ് ചേരുന്നു വിവരങ്ങളുമായി. ലിഷോയ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ അവകാശമുള്ളവരാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും കാലത്തിന് ശേഷം അങ്ങനെ ഒരു കാര്യം അവിടെ നടപ്പാക്കുക എന്ന് പറയുമ്പോൾ ഇനി മാംസാഹാരം കിട്ടാത്തത് കൊണ്ടാണ് കലാമണ്ഡലത്തിലേക്ക് വരാത്തത് എന്നൊരു പരാതി ആർക്കും വരില്ലല്ലോ. തീർച്ചയായും ഈ കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു തീരുമാനം. കലാമണ്ഡലം ആരംഭിച്ചത് മുതൽ ആദ്യമായാണ് അവിടെ മാംസാഹാരം വിളമ്പുന്നതെന്നാണ് രജിസ്ട്രാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഈ സാധാരണഗതിയിൽ അവിടെ പച്ചക്കറി ആഹാരവും മാത്രമാണ് നൽകാറുള്ളത്. മുട്ട ചില ദിവസങ്ങളിൽ മുൻപ് നൽകിയിരുന്നു. പക്ഷേ ഈ ചിക്കൻ വിഭവങ്ങൾ ഉൾപ്പെടെയുള്ളവ ആദ്യമായാണ് വിളമ്പുന്നത്. അത് വിദ്യാർത്ഥി യൂണിയൻ നിരന്തരമായി ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതായത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നൽകണം എന്നുള്ളൊരു ആവശ്യം നിരന്തരമായി ഉന്നയിച്ചിരുന്നു. ആ ആവശ്യം പലതവണയായി പരിഗണിച്ചത് വേണ്ടെന്ന് വെച്ചതാണ്. ഒടുവിൽ ഇപ്പോൾ വീണ്ടും അത് കലാമണ്ഡലം ഭരണസമിതി പരിഗണിക്കുകയും ഒടുവിലാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് രജിസ്ട്രാർ എത്തിയിരിക്കുന്നത്. രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ഭരണസമിതി എത്തിയിരിക്കുന്നത്. എന്തായാലും ഇനി മുതൽ കലാമണ്ഡലത്തിൽ ഈ മാസത്തിൽ 2 തവണ മാംസാഹാരം വിളമ്പും. ഈ മാംസാഹാരം വിളമ്പും അവിടെ വെക്കാനും മറ്റുമുള്ള സൗകര്യങ്ങൾ കുറവുണ്ട് ക്യാൻറ്റീനിൽ. അതുകൊണ്ട് തന്നെ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നുള്ള ഫ്രീഡം ഫുഡായിരിക്കും, അവിടെ നിന്നുള്ള ബിരിയാണി ആയിരിക്കും, ചിക്കൻ ബിരിയാണി ആയിരിക്കും ഈ കലാമണ്ഡലത്തിൽ വിളമ്പുക. ഏകദേശം 450ഓളം കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണിയും 30-ലധികം കുട്ടികൾക്ക് വെജിറ്റബിൾ ബിരിയാണിയും നൽകുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. മാസത്തിൽ 2 തവണ ആണ്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഈ തീരുമാനം നടപ്പിലാക്കുകയും ചെയ്തു. ഇന്നലെ രജിസ്ട്രാറും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ കലാമണ്ഡലത്തിൽ ഇരുന്ന് ഈ ബിരിയാണി കഴിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും കലാമണ്ഡലം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ശരി ലിഷോയ്, നന്നായിരിക്കട്ടെ. അപ്പം ലിഷോയ്ക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അങ്ങനെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇനി കുട്ടികൾക്ക് കഴിയും. അങ്ങനൊരു സാധ്യത കൂടി തുറന്നു വന്നിരിക്കുന്നു. ഇനി നമ്മൾ വൈറൽ പിടിയിലൂടെ യാത്ര പോകുന്നു. സാധാരണ പോകുമ്പോൾ ഞാൻ പറയാറില്ലേ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാ പോകുന്നത്, ഏത് ഭക്ഷണമാണ് കഴിക്കുക, ഇതൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇന്ന് വൈറൽ പിടിക വെള്ളത്തിൽ നീരാട്ടിനിറങ്ങുകയാണ്. സ്ഥലം ഒന്നും പറയുന്നില്ല, കാഴ്ചയെപ്പറ്റി വിശദീകരിക്കുന്നില്ല, ഒരുമിച്ച് പോയി തന്നെ